ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അവിടെ അനന്തപുരിയിൽ എല്ലാവരും ഇരുന്ന് ചർച്ചയാണ് ഇനി കമ്പനിയിലേക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ജയം പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പരസ്യത്തിൻ്റെ കുറവുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ആ ഒരു പബ്ലിസിറ്റിക്ക് അപ്പുറം മറ്റൊരു പബ്ലിസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ജയ. അതിനെയും നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാട്ടോ. അന്നേരം മുത്തശ്ശ, അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ആദർശ് പറയുവാണ്. ജ്വല്ലറിക്കാർ ഇവിടെ ലോൺ ചെയ്ത സമയത്ത് പരസ്യത്തിന് വേണ്ടി കോടികൾ ചിലവാക്കിയിരുന്നുവെന്ന് ആദർശ് പറയുക. അത് ഒരു പരിധിക്കപ്പുറം അവർക്ക് ഗുണം ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് അത്ര ശക്തമല്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ആദർശും പറഞ്ഞു. അപ്പോൾ അതും ശരിയാ അച്ഛാന്ന് അജയനും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് മുത്തശ്ശനോട് കാര്യം പറയുക. അല്ല, ഓണമൊക്കെ വരികയാണ്, ഓണത്തിന് മുന്നേ നല്ല പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അതിനെന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, അത് നമുക്ക് ചെയ്യാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആദർശേ, നീ എടുക്കുന്ന തീരുമാനങ്ങളെ ഒരിക്കലും ഞാൻ എതിർക്കില്ല. രണ്ടാമതാകുന്നതിനെക്കുറിച്ച് നമുക്കിനി ചിന്തിക്കാനേ പറ്റില്ല എന്ന് പറയുമ്പം ആദർശൻ നിങ്ങൾ വന്നില്ലേ മുത്തശ്ശ, പിന്നെ ഇനി എങ്ങനെ നമ്മൾ രണ്ടാമതാകുന്നതെന്ന് അതിന് ചോദിക്കുമ്പം ഇവനുള്ളപ്പോൾ തന്നെയല്ലേ നമ്മൾ താഴോട്ട് പോയതെന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. പക്ഷേ സ്വന്തം തെറ്റൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ MD കസേരയിലേക്ക് തിരിച്ചു വന്ന ആളല്ലേ ആദർശേട്ടൻ. അതിൻ്റെ ഒരു മെച്ചം ഇനി എന്തായാലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ വെറുതെ ഒഴിഞ്ഞു മാറി നടക്കാനൊന്നും നടക്കണ്ട, നിൻ്റെ ഭാഗത്തുനിന്നും നല്ല അധ്വാനം വേണമെന്ന് ജയൻ അന്നേരം പറഞ്ഞു. അവൻ ഫ്രീ ആയതിൻ്റെ സന്തോഷത്തിലേട്ടാന്ന് ഈ അജയൻ പറയൂ. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ആകുന്നത്? അപ്പോൾ ഉടനെ നിശ്ചയം നടക്കത്തില്ലേ? അത് കഴിഞ്ഞ് ഇവനും മമതയ്ക്കും തമ്മിലുള്ള വിവാഹം നടക്കത്തില്ലേ? അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നിനക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുമെന്ന് മുത്തശ്ശൻ പറയോ. അപ്പോൾ അനിയുടെ മുഖം വല്ലാണ്ടായിട്ടോ. അത് പറഞ്ഞപ്പോൾ അവരെ മുഖം മാറിയത് കണ്ടില്ലേ എന്ന് ആദർശ് ഇങ്ങനെ നോക്കുമോ ഇനി എല്ലാവരും തുറിച്ച്. ഇനിയിപ്പം മുഖം മാറിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്തിക മോൾക്ക് കൊടുത്ത വാക്ക് ഇനി തെറ്റിക്കാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ പറയുക. ഇപ്പം അതല്ല നമ്മുടെ വിഷയം. നമ്മൾ സംസാരിച്ചത് നമ്മുടെ പബ്ലിസിറ്റിയെ പറ്റിയുള്ളതാണെന്നും വെറുതെ കുറച്ച് ഫ്ലെക്സ് വെച്ചതുകൊണ്ട് പത്രത്തിലോ ടി വിയിലോ പരസ്യം കൊടുത്തതുകൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശനെ കണ്ട ഒരു സെലിബ്രിറ്റി ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേട്ടപ്പം അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശൻ ഒരു സെലിബ്രിറ്റി തന്നെയാടാ എന്ന് അജയൻ പറഞ്ഞ് മുത്തശ്ശൻ ഇരുന്നിങ്ങനെ നേരം ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ ആദർശേട്ടാ, നമുക്ക് മുത്തശ്ശനെ സെൻറ്ററാക്കിക്കൊണ്ട് ഒരു പരസ്യം ചെയ്താലോ എന്ന് അതിന് ചോദിക്കുമ്പം മുത്തശ്ശനെ ഇങ്ങനെ നോക്കുക. വിശ്വാസത്തിൻ്റെ ആൾ രൂപം മൂർത്തീസ് ജ്വല്ലറി എന്നും പറഞ്ഞു. അന്നേരം പോടാ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ. നിങ്ങൾ മറ്റു വലിയ വഴികളും ആലോചിക്കാൻ പറഞ്ഞു. എന്തായാലും ശരി, അതുടനെ തന്നെ വേണമെന്നും പറഞ്ഞു. അങ്ങനെ ഇവരവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്ന നയന കേട്ടോ. നയന ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം താൻ എന്തായി നോക്കണേന്ന് ചോദിച്ച ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അല്ല ആദർശേട്ടാ, അന്ന് കോമ്പറ്റീഷന് ഞാൻ വരച്ച ഡിസൈനുകളൊക്കെ ഞാൻ ഒന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നിൻ്റെ ഡിസൈൻ നീ തന്നെ നോക്കി ആസ്വദിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പം ഒരുപാട് പ്രഷർ അനുഭവിച്ചതല്ലേ എൻ്റെ ആദർശേട്ടാ, പിന്നെ ഞാനത് നോക്കിയിട്ടേ ഇല്ല എന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ നമുക്കിപ്പോൾ പബ്ലിസിറ്റി കുറവായതുകൊണ്ടേ ഓണത്തിന് മുൻപ് കുറച്ച് പരസ്യവും മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ വേണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. പക്ഷേ ചുമ്മാ ഫ്ലെക്സ് വയ്ക്കുന്നതിനോടും അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതിനോടൊന്നും മുത്തശ്ശന് വലിയ താല്പര്യവും അങ്ങനെയൊന്നും പറയണമില്ല. പിന്നെ എന്തെങ്കിലും പുതുതായിട്ട് നോക്കിയേ പറ്റൂ എന്ന് ആദർശ് പറയുമ്പം നിങ്ങളൊക്കെ വലിയ ഫുട്ബോൾ പ്രേമികളല്ലേ എന്ന് നയന എന്തേരം ചോദിച്ചു. എന്നാൽ പിന്നെ അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പം ആദർശ് എങ്ങനെ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫുട്ബോൾ പ്രവചന മത്സരം എന്നിട്ട് വിജയിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ കൊടുക്കുക, എങ്ങനെയുണ്ട്? അത് കൊള്ളാവുന്ന ആദർശ നേരം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഈ തവണത്തെ വേൾഡ് കപ്പ് നമുക്ക് തൂക്കാവുന്ന നമ്മുടെ ആദർശ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പിന്നാലെയല്ലേ, ചാനലുകാരും പത്രക്കാരും ബിസിനസ്സുകാരും എല്ലാവരും. നമുക്ക് ഒരു പടി മുന്നേ അറിയാം അല്ലേ ഇത്. പക്ഷെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്ന് ആദർശ് പറയുമ്പം നമ്മൾ ഇപ്പോഴേ അല്ലെങ്കിൽ വന്നേ, പിന്നെ എങ്ങനെ നേരത്തെ തുടങ്ങുക? എന്നാൽ പിന്നെ ഞാൻ ഇതിപ്പോൾ തന്നെ മുത്തശ്ശനോട് പറയട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് ആദർശ് അത് പറയാനായിട്ട് അങ്ങ് പോയി. നയന ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ അവിടെ ഇരിക്കുന്നു. മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശ് ചെയ്യുന്നു. മുത്തശ്ശ, നയനക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത്? അത് പിന്നെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് നയന പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോനെ, എന്താ കാര്യം? വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫുട്ബോൾ ക്രൈസ് ആയിരിക്കുമല്ലോ. അതെ, മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും, പിന്നെ അർജൻറ്റീനയും ബ്രസീലും ഒക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുട്ബോൾ ഒരു പരസ്യമാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായത്. ഓണത്തിന് മുൻപ് എന്തായാലും വേൾഡ് കപ്പ് തീരും, അത്രയും നാൾ നമുക്കതൊരു പരസ്യമായിട്ട് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ നീ ഉദ്ദേശിക്കണേ? അത് പിന്നെ മുത്തശ്ശ, ഫുട്ബോൾ പ്രവചന മത്സരം. ഇനിയുള്ള ഓരോ ദിവസത്തെയും വിജയികളെ പ്രവചിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ കൊടുക്കുക.
പിന്നെ അവസാനം ഫൈനൽ കളിക്കുന്ന ടീമുകളെയും ലോക ചാമ്പ്യന്മാരെയും പ്രവചിക്കുന്നവർക്ക് വിലപിടിപ്പുള്ളൊരു സമ്മാനം നമ്മൾ ഓഫർ ചെയ്യണമെന്ന് ആദർശ് പറയുമ്പം അതെന്തായാലും കൊള്ളാം. നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, നാളെ മുതൽ പരിപാടി തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഇത്തവണത്തെ വേൾഡ് കപ്പ് ഗോള് മൂർത്തി ജ്വല്ലറി ഒരു ആഘോഷമാക്കണമെന്നും പറഞ്ഞ് പിന്നെ നിൻ്റെ അച്ഛനോടും അജയനോടും അനിയോടൊക്കെ ഈ ഒരു വിവരം പറയണമെന്നും പറഞ്ഞു. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോയി. ഇനി മൂർത്തിസ് ജ്വല്ലറിയെ ഭയങ്കര ഉയരങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പരിപാടിയായിട്ട് അനന്തപുരി ഇറങ്ങിയിരിക്കുക. അപ്പം ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എടാ മോനെ, എന്താ മുത്തശ്ശ ഇത്തവണ അർജൻറ്റീന തന്നെ ജയിക്കില്ലടാ എന്ന് ചോദിക്കുമ്പം കുറച്ച് കടുപ്പാണ് കേട്ടോ മുത്തശ്ശ, പ്രവചനങ്ങളൊക്കെ എതിരാ എന്നൊക്കെ ആദർശ് പറഞ്ഞു. എന്തായാലും ആദ്യ കളി ജയിച്ചല്ലോ, അത് പിന്നെ ചെറിയ ടീമിനോടല്ലേ, ഇനി നല്ല ടീമുകൾ കിടക്കുക. കഴിഞ്ഞ തവണ ഫ്രാൻസിനോട് ഏറ്റുമുട്ടിയപ്പോൾ എൻ്റെ നെഞ്ച് പടപടാന്ന് നിന്നു പോയതാണെന്ന് നമ്മുടെ മുത്തശ്ശൻ. മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാ, വിജയാകും ആ ഒരു കപ്പ്, എൻ്റെ ദൈവമേ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ അവിടെ പ്രതീക്ഷകളായിട്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ജലജ മകനോട് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര ശമ്പളം കൂട്ടി കിട്ടിയെന്ന് പറഞ്ഞാലും നീ ഇനി AN ജ്വല്ലറിയിലേക്ക് പോകരുത് എന്നത് ജലജ പറയുമ്പം അമ്മേ അത് തന്നെ നവ്യ മേടിച്ചെന്ന ജോലിയല്ലേ, അവളത് കളയരുതെന്നാണ് പറയുന്നതെന്ന് അഭി. നീ അവളുടെ വാക്കാണോ കേൾക്കുന്നത്, അത് എൻ്റെ വാക്കാണോ എന്ന് ജലജ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെന്ന്, അങ്ങനെയെങ്കിലേ നീ പോയിട്ട് ആ ഡേവിഡ് സാറിനോട് സംസാരിക്കണം, വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം, എന്താ പിന്നെ നിന്റെ മനഃപൂർവ്വം നാഗേന്ദ്രൻ അവിടെ നിയമിച്ചതാണ്, അതുകൊണ്ട് തന്നെ നീ അവിടെ നിന്ന് പോയാലും അയാൾ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് ജലജ പറയുമ്പം എനിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു എന്ന് അഭി. എടാ നീ മൂർത്തീസ് ഗ്രൂപ്പ് ട്രസ്റ്റിലെ അംഗമാണ്, അതിന് നിനക്ക് നല്ലൊരു തുക മാസാമാസം കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ജലജതേ പിന്നാലെ ചെല്ലുക, എടാ അന്ന് സന്തോഷിച്ചെങ്കിലേ അതിൻ്റെ കാരണം നിൻ്റെയും നവ്യയുടെയും മിടുക്കുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് കരുതിയിട്ടാണെന്നും ഇതിലൊരു മിടുക്കുമില്ല എന്ന് ജലജ. ഇത് ചതിയാണെന്നും പറഞ്ഞ് നവ്യയെ മോഡലാക്കിയതും അതിന് പിന്നാലെ നിന്നെ വിളിപ്പിച്ചതുമൊക്കെ നാഗേന്ദ്രൻ്റെ ബുദ്ധിയാണെന്നും ജലജ അഭിയോട് പറയുക. അച്ഛനെ തള്ളി പറയുന്ന അമ്മയെ കാണുമ്പോൾ ഇവന് കൊല്ലാനുള്ള കലിയുമായിട്ട് നിൽക്കുക കേട്ടോ. നീ ഇതുവരെ അയാളെ കണ്ടിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇനി മെല്ലെ നിൻ്റെ മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും, എന്നിട്ടേ കള്ളക്കഥകൾ ഓരോന്ന് പടച്ചുണ്ടാക്കുമെന്നും ഈ ജലജ പറയുക. മക്കളെയും അമ്മയും തമ്മിൽ വെറുപ്പിക്കാനായിട്ടെന്ന് പറയുമ്പം അങ്ങനെ അങ്ങേര് പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കില്ലല്ലോ അമ്മേ, നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ആ ജോലി നീ കളഞ്ഞേ പറ്റുമെന്ന് ജലജ. ഞാൻ നവ്യയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ നഭി. എടാ അവൾ ജോലി കളയണ്ടെന്നല്ലേ പറയത്തുള്ളൂ, പക്ഷേ ഇത് എൻ്റെ തീരുമാനമാണ്, അത് നീ ഓർത്തോളണമെന്നൊക്കെ ജലജ ഇങ്ങനെ അഭിയെ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തി പറയണം. അവളെ തിരുത്താനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എൻ്റെ മകനാണ് നീയെങ്കിൽ ആ ജോലി നീ റിസൈൻ ചെയ്യണമെന്ന് ജലജ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അഭി. അങ്ങനെ അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് പോയി. ജലജയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിൽക്കുക. ജലജ ഒരു തരം പറയുന്നു, അഭി നാഗേന്ദ്രൻ വേറൊരു തരം പറയുന്നത്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. മകൻ ഓടി അച്ഛൻ്റെ അടുത്ത് എന്ന് അമ്മ പറഞ്ഞ വിവരങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവൾ മനഃപൂർവ്വം പറയുന്നതെന്നൊക്കെ ഇത് നാഗേന്ദ്രൻ പറയാം. അവളെ ഭയങ്കര കള്ളിയാണ്, അതിലുപരി ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണക്കാരി പോലും അവളാണെന്ന് ഈ നാഗേന്ദ്രൻ പറയുക. അത് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പം ഇപ്പം എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കണത് വെച്ചാൽ. അപ്പം മോന് വേണമെങ്കിൽ മാറി നിൽക്കാം, അതിനൊന്നും ഞാനെതിരല്ലെന്ന് നാഗേന്ദ്രൻ. എന്തായാലും AN ജ്വല്ലറി എൻ്റെ 2 മക്കൾക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. അപ്പം പിന്നെ നീ ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും അതിൽ കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ മുന്നിൽ നിന്ന് അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്തുകയാണ് വേണ്ടതെന്ന് നാഗേന്ദ്രൻ പറയുന്നു. അനി അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുകയല്ലേ അച്ഛാന്ന് അഭി. അതൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നോക്കണം. മൂർത്തിയും അയാളുടെ മക്കളും ഒക്കെ ആ ബന്ധത്തിന് അനുകൂലമായതുകൊണ്ട് വലിയ തടസ്സമൊന്നും പിന്നെ ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അധികം എന്നെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന്, പ്രശ്നമാവുമെന്ന്. അവന്തിക എന്തായാലും ജലജയെ അധികം ശ്രദ്ധിക്കത്തില്ല. പിന്നെ പക്ഷേ നിന്റെ പിന്നാലെ അവളുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതെപ്പോഴും ഓർമ്മ വേണമെന്നും നാഗേന്ദ്രൻ പറയുമ്പം ശരി അച്ഛാ, അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ജോലിയിൽ നിന്ന് മാറി നിൽക്കാമല്ലേന്ന് ചോദിച്ചു. അത് തന്നെയാണ് നല്ലതെന്ന് നാഗേന്ദ്രൻ. നിനക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നീ എന്നെ വിളിച്ചോ, നമുക്ക് കാണാമെന്ന് നാഗേന്ദ്രൻ പറയുക കേട്ടോ. അതുപോലെ നിനക്കിപ്പോൾ സാലറിയൊക്കെ കിട്ടണില്ലേന്ന് ചോദിച്ചു. അത് മുടങ്ങാതെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരികയും ചെയ്യുമെന്നിങ്ങനെ അച്ഛൻ പറയുമ്പം അല്ല ജോലി ചെയ്യാതെ അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാന്ന് അഭി ചോദിക്കുമ്പം എടാ മോനെ നിനക്ക് പണത്തോടുള്ള ആർത്തിയൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ മകൻ ഇങ്ങനെ
വളിച്ച് ചിരിയായിട്ട് നിൽക്കാം. അവിടെ വെറുതെ നീ അങ്ങനെ പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ അച്ഛൻ. നീ പോയിക്കോ, ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് അപകടമാണെന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ ശരി അച്ഛാന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ചിരിയൊക്കെ ചിരിച്ച് നാഗേന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ജലജ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മൾ അഭി അങ്ങോട്ടേക്ക് വന്നു. നിന്നെ ഞാൻ എപ്പോൾ തൊട്ട് വിളിക്കുന്നതാടാ, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ച് ജലജ വഴക്ക് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം തന്നെ ഫോൺ എടുക്കാതിരുന്നതാണെന്ന് അഭി പറഞ്ഞു. അതെന്താ? അതുപോലെ വിഷമിച്ച ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അഭി ജലജയോട് പറയട്ടോ. എന്നെ ഇവിടുത്തെ ചില മഹാന്മാർ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയതാ. ആ സമയത്താണ് നവ്യയുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയത്. പിന്നെ അവരവിടെ എന്നെ പെട്ടെന്ന് മാനേജറാക്കിയത് എന്തുകൊണ്ടാണെന്നും എനിക്ക് പോലും അറിയത്തില്ലായിരുന്നെന്നും അത് നവ്യയുടെ മിടുക്കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതിയതെന്നും അഭി ജലജയോട് പറയാട്ടോ. എന്തായാലും അമ്മയ്ക്കത് ടെൻഷനായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ജലജയ്ക്ക് സന്തോഷമായി. ഞാൻ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്ന് അഭി പറയുമ്പം എൻ്റെ മോനെ, നീയാടാ എൻ്റെ മോൻ എന്ന് ജലജ. അങ്ങനെ തന്നെയാടാ വേണ്ടത്. അവിടെ നിന്ന് എത്ര ശമ്പളം കിട്ടിയാലും അത് നിൻ്റെ അമ്മയെ തകർത്ത് ഈ കുടുംബത്തെ തകർത്ത ഒരുത്തൻ തന്ന ഭിക്ഷയാണെന്ന കാര്യം ജലജ അഭിയോട് പറയുക. അതുകൊണ്ട് ജീവിക്കേണ്ട ഗതികേട് നമുക്കില്ലട മോനെ എന്ന് പറഞ്ഞ് ജലജ. പിന്നെ എനിക്കറിയാം കിട്ടിയ ജോലി കളഞ്ഞതിൻ്റെ വിഷമമൊക്കെ നിനക്കുണ്ടാകുമെന്ന്. അതുകൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളടാ, നീ നോക്കിക്കോ. അപ്പം എന്ത് ചെയ്യാനാ, എൻ്റെ ഗ്രഹപ്പിഴയ്ക്കാം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ആ ജ്വല്ലറിയുടെ മുതലാളിയായി പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നെന്നൊക്കെ പറയുമ്പം എടാ മോനെ, അയാൾ മുതലാളി ആയതുകൊണ്ടാണ് നിനക്ക് ആ ജോലി കിട്ടിയത് തന്നെ, അതറിയാവോ? അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും പിടിച്ച് എൻ ജ്വല്ലറിയുടെ മുതലാളി അല്ലെങ്കിൽ മാനേജർ ആക്കുകൂടാ എന്നൊക്കെ അമ്മ ചോദിക്കാം. മൂർത്തി ജ്വല്ലറി നിന്നെ പുറത്താക്കിയതല്ലേ? അങ്ങനെ ഒരു പാസ്റ്റ് നിനക്കുള്ളപ്പോൾ ആരെങ്കിലും നിന്നെ വലിയ പൊസിഷനിൽ കൊണ്ട് നിയമിക്കൂടാ. ഇനി എന്തായാലും ജോലി ഇല്ലാണ്ടങ്ങ് നടക്കാം, ഫ്രീ ആയിട്ടങ്ങ് നടക്കാമെന്ന് അഭി പറയുമ്പം അതിന് നിനക്ക് മാസം എന്തെങ്കിലും വേണം, ഞാൻ തന്നോളാടാ, എൻ്റെ സ്വർണം വിറ്റിട്ടായാലും ഞാൻ തരാമെന്നൊക്കെ ജലജ. എന്നാലും നാഗേന്ദ്രൻ്റെ കമ്പനിയിൽ നീ ജോലി ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ജലജ കട്ടായും പറയും അഭിയോട്. അതൊക്കെ പോട്ടെ, അവൾ റിസൈൻ ചെയ്ത മോഡല് അവളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അമ്മ പോയി പറഞ്ഞിട്ടും അവൾ കേട്ടൊന്നുമില്ലല്ലോ. അവൾ അവളുടെ രീതിക്ക് ജീവിക്കത്തുള്ളൂ എന്ന് അഭി പറയുമ്പം അല്ല, അവൾ നാഗേന്ദ്രനെ തമ്മിൽ കണ്ടായിരുന്നോ? ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആൾ മറിഞ്ഞിരിക്കുകയാണെന്നും അയാളെ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ കണ്ടു എന്ന് പറയുന്നു. ഇതുവരെ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് അഭി. അയാൾ വന്നേനെ, നീ റിസൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനു മുൻപേ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ദൈവമേ എന്നും പറഞ്ഞിരിക്കുക ജലജ. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മയ്ക്ക് എന്താ അച്ഛനോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് അഭി ചോദിക്കുമ്പം ജലജ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അതൊന്നും നീ എന്നോട് ചോദിക്കണ്ട, നിന്റെ മുത്തശ്ശനോട് ചോദിച്ചാൽ പോലും മുത്തശ്ശനും ഒന്നും പറയത്തില്ല എന്ന് ജലജ പറഞ്ഞു. അപ്പം അഭി തലയാട്ടോ. അത്രയ്ക്ക് ദേഷ്യമാണ് ഞങ്ങൾക്കൊക്കെ അയാളോട്. എന്നെങ്കിലും ആ കഥ ഞാനും അറിയുമായിരിക്കുമെന്ന് അഭി പറയുമ്പോഴത്തേക്കും ജലജ ഇങ്ങനെ നോക്കുക കേട്ടോ. അതും പറഞ്ഞ് അഭി അങ്ങോട്ടേക്ക് പോയി. ജലജ നേരം നെഞ്ചിൽ കയ്യും വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജലജയാണ് പ്രശ്നക്കാരി അതിൽ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അഭി റൂമിലേക്കാണ് ചെല്ലുന്നത്. അഭി റൂമിൽ ചെന്നപ്പോൾ നവ്യ ഇങ്ങനെ മുടിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു. ഇന്നേ ഡേവിഡ് സാറെ ജ്വല്ലറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നവ്യ. ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു അഭി. അതെന്താ? അമ്മയുടെ കാര്യം നിനക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛൻ്റെ ജ്വല്ലറിയാണ് എയിൻ ജ്വല്ലറി. അതുകൊണ്ട് അച്ഛൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്നുണ്ടോ എന്ന് അമ്മയ്ക്കൊരു സംശയം. നീ നിൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്ന് നവ്യ ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞ് നവ്യ നിൽക്കുക. പക്ഷേ എയിൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD നിൻ്റെ അച്ഛനായതുകൊണ്ടായിരിക്കും എന്നെ അവിടുത്തെ പ്രധാന മോഡലാക്കിയതെന്ന് നവ്യ അന്നേരം പറയുക. പിന്നെ നിന്നെ മാനേജറാക്കിയതും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമെന്നും. അല്ലാണ്ട് അതൊന്നും എൻ്റെ മിടുക്കായിരിക്കില്ല എന്ന് പറയുമ്പം അതുകൊണ്ട് നീ പോയിക്കോ, നിന്നെ എന്തായാലും ഡേവിഡ് സാർ അവിടുന്ന് പറഞ്ഞു വിടത്തൊന്നും ഇല്ല എന്ന് ഈ അഭി പറയാം കേട്ടോ. ഈ ഡേവിഡ് സാറ് ശരിക്കും നിൻ്റെ അച്ഛൻ്റെ ജോലിക്കാരനാണോ? ആ അച്ഛനാണ് ജ്വല്ലറിയുടെ മുതലാളിയെങ്കിലേ അതിനാണല്ലോ സാധ്യത എന്ന് അഭി പറഞ്ഞപ്പം അല്ല, ഈ ഡേവിഡ് സാറിന് കമ്പനിയിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതേപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അവിടുന്ന് മാറി നിൽക്കുന്നത് എന്ന് അഭിനവ്യോട് പറയുക. പിന്നെ അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരേ സംശയമാണ്, ഞാൻ അച്ഛനെ കാണാറുണ്ടോ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ. അല്ല, നിൻ്റെ അച്ഛനെ എന്തിനാ അമ്മ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് നവ്യ അന്നേരം ചോദിച്ചു. നിൻ്റെ അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും എന്തൊക്കെയോ രഹസ്യങ്ങൾ നിൻ്റെ അമ്മയെ പറ്റി ഈ നാഗേന്ദ്രന് പറയാനുണ്ട് എന്നുള്ളത്. അപ്പം എനിക്കും അങ്ങനെ തോന്നാറുണ്ട് നവ്യെ. അല്ലെങ്കിലേ എൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതാ. അങ്ങനെയുള്ള ആളെ അമ്മ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ അഭി പറയണം. എന്തായാലും ഞാൻ പോയിട്ട് വരാം, ഇതിപ്പോൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിലൊരു സന്തോഷമൊക്കെ ഉണ്ട്, അതെന്തിനാ വെറുതെ കളയുന്നേ എന്നും പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ അവിടെ നിന്ന് പോണു. നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ.
അബി എന്തൊക്കെയോ കണ്ടെത്തണം എന്നുള്ള ഒരിതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനിയെയും നന്ദുവിനെയാണ്. അവർ രണ്ടുപേരും കൂടെ കടൽ തീരത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അവരുടെ ഈ MD സ്ഥാനം തിരിച്ചു കൊടുത്തതിനെ പറ്റിയൊക്കെ അനിയും അതുപോലെ നന്ദുവും കൂടെ സംസാരിക്കുന്നു. തനിക്കൊരിക്കലും അർഹതപ്പെട്ട ഒരു സ്ഥാനം ആയിരുന്നില്ല അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ MD ആയതിനു ശേഷം നീ കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടല്ലോ എന്ന് നന്ദു പറഞ്ഞപ്പം അതിനി വേറെ പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ആ ശല്യമെന്ന് നന്ദു പറഞ്ഞപ്പം അതെന്താ അങ്ങനെ? അല്ല, ഇനി ഏത് നേരവും എൻ്റെ പിന്നാലെ ഉണ്ടാവുമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരാൻ പറ്റുമോ? നീ വലിയ പോലീസ് ഓഫീസറൊക്കെ അല്ലേ, ഡ്യൂട്ടി സമയത്ത് വന്നാൽ നീ എന്നെ പിടിച്ച് അകത്തിടത്തില്ലേ എന്നൊക്കെ അനി അന്നേരം ചോദിക്കണം. അകത്തിടുമെന്ന് മാത്രമല്ല, നല്ല ഇടി ഞാൻ വെച്ച് തരുമെന്ന് അനിയോട് നന്ദു. നല്ല 2 ഇടി തന്നാലും കുഴപ്പമില്ല, നീ എന്നെ ലോക്കപ്പിലിടുകയാണെങ്കിലേ ഞാൻ വേണമെങ്കിൽ നിയമം ലംഘിക്കാം. ഒരുമാതിരി ക്ഷമിക്കാവുന്ന കേസൊക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ അറസ്റ്റ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ എന്ന് നന്ദു. നിന്നെ കൊണ്ടുപോയാലേ എന്ത് സംഭവിക്കുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. നമ്മുടെ രാകേഷും വിഘ്നേഷും ഒക്കെ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവന്മാരെ ഇപ്പം അങ്ങനെ കാണാത്തതെന്നൊക്കെ അനി പറയാം. സൺഡേയിൽ അവന്മാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരോടൊപ്പം ചെറുതായിട്ടൊന്ന് കൂടിയാലോ എന്ന് ഞാനൊന്ന് ആലോചിക്കണേന്നൊക്കെ അനി പറഞ്ഞു. നിനക്കറിയാമല്ലോ, ഞാൻ പിന്നെ സ്ഥിരം മദ്യം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. എന്നാലും ഒരു 2 പെഗ്ഗൊക്കെ അടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചാൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം. എന്താ? അപ്പോൾ ഒരു കാരണവശാലും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചിട്ടേ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലേ കേസും വകുപ്പൊക്കെ അങ്ങ് മാറും. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ എന്ന് നന്ദു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല, അന്ന് നീ സൺഡേ ഫ്രീ ആയതുപോലെ ഒരു ദിവസം ഒന്ന് ഫ്രീ ആകാവോ എന്ന് ചോദിച്ചു. അല്ല, ഇനിയിപ്പോൾ സൺഡേ വേണമെന്നില്ല, ഏത് ദിവസമാണെങ്കിലും ഞാനും ഫ്രീ ആകാം കേട്ടോ. അപ്പം നിൻ്റെ നിശ്ചയമല്ലേടാ നടക്കാൻ പോകുന്നത് എന്ന് നന്ദു ചോദിക്കുമ്പം അതാ ഇനി ഏറ്റവും വലിയ തലവേദനയായിട്ട് നിലനിന്ന് പോകുന്നതെന്ന കാര്യം പറയാം. ഒരുത്തിയുടെ പിന്നാലെ നടന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന്. പക്ഷെ അത് കേൾക്കാൻ അവൾ തയ്യാറാകുന്നില്ല. അങ്ങനെ പറയും തോറും അവൾക്ക് വാശി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വീടിന് പുറത്തുള്ള ബന്ധമായിരുന്നെങ്കിൽ നീ എങ്ങനെയെങ്കിലും അത് മുടക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വീടിനകത്ത് തന്നെയുള്ള കുട്ടിയല്ലേ. പക്ഷേ അവൾ ശരിയല്ല നന്ദു. അവളിപ്പോൾ എല്ലാവരോടും കാണിക്കുന്ന ഈ ഒരു സ്നേഹമുണ്ടല്ലോ, അതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അനി പറയുമ്പോൾ, എടാ അത് നിനക്ക് അവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തോന്നുന്നതാണെന്ന് നന്ദു പറയുമ്പം, അല്ല, അനാമികയുടെ മറ്റൊരു പതിപ്പാണ് അവന്തിക, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് അനി പറഞ്ഞു കേട്ടോ. അനാമിക ആദ്യമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ അഭിനയം അവിടെ കാഴ്ചവെച്ചത്. അതുപോലെ ഇവളും എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ വേണമെന്നും പറഞ്ഞിപ്പോൾ വാശി പിടിക്കുന്നതെന്നുള്ള കാര്യവും അനി നന്ദുവിനോട് പറയുന്നു. അത് കണ്ടുപിടിക്കണമെന്നും. അങ്ങനെയാണെങ്കിൽ നീ നോക്കിയോ, ദൈവം ഒരു കാരണവശാലും ഞങ്ങളെ ഒന്നിപ്പിക്കില്ല എന്ന് നന്ദുവും അനിയും കൂടി ഇരിക്കുമ്പോൾ അനി പറഞ്ഞപ്പം, എടാ അങ്ങനെ അല്ലെങ്കിലോ, അവൾ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിലും എന്നെ നീയല്ലാതെ മറ്റാരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ട നന്ദു എന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞ നേരം, എനിക്ക് നിന്നെയല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല എന്നും അനി നന്ദുവിനോട് പറയാം കേട്ടോ. എന്തായാലും അവന്തികയുടെ കള്ളക്കളി പൊളിക്കണമെന്ന് അനിക്കും നന്ദുവിനും ഉറപ്പ് ഒരിതുണ്ട്. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഇക്കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയും അനി പറഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി. നന്ദു വന്നിട്ട് അനിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞിങ്ങനെ കിടക്കുക. അങ്ങനെ അവരവിടെ കിടക്കുന്ന ഈ ഒരു സമയത്ത് ദേ വരുന്നു നമ്മുടെ നവീൻ വക്കീൽ വന്ന് ഈ കാഴ്ചയും കണ്ടങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നന്ദു ഇത്രയും നാൾ പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത് നവീന് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നത് കണ്ട് നവീൻ വന്നിങ്ങനെ എന്നാ പറഞ്ഞത്, കണ്ണിൽ ഇരുട്ട് കയറി ഇടി വെട്ടി പേമാരി മഴയൊക്കെ പെയ്യുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.